ഹായ് ഗായ്സ്, ഇറ്റ്സ് ആര്യ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്താണ് എല്ലാവരും സുഖമായിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കല്ലേ? ഒരു ദിവസമേ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തിങ്ങനെ നല്ല മഴ പെയ്യട്ടോ. അപ്പം ഞാൻ ഇടുക്കി സോങ് കേട്ട്. അപ്പോൾ ഇവിടുത്തെ കാറ്റാണ് കാറ്റ് എന്ന് കേട്ടപ്പോൾ എനിക്ക് അപ്പം തന്നെ ഇടുക്കി പോയിട്ട് ആ കാറ്റൊന്ന് ഇങ്ങനെ ഇങ്ങനെ അടിപൊളിയായിട്ട് കൊള്ളണം തോന്നി. പിന്നെ വേറൊന്നും ആലോചിച്ചില്ല. എവിടെ പോയി? മൂന്നാറിലേക്ക് പോയി. മൂന്നാറിൽ എവിടെ നിന്നു? ഡ്രീം ക്യാച്ചർ പ്ലാന്റേഷനിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. നമ്മൾ ഈ ഫേസ്ബുക്ക്, ടി വി, വാട്സപ്പ്, ഈ ഇൻസ്റ്റാഗ്രാമത്തു നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഈ വെളിച്ചവും അതുപോലെ ഈ കിളികളുടെ സൗണ്ടും പൂക്കളേനൊക്കെ കണ്ടപ്പോണ്ടല്ലോ ശരിക്കും ഇങ്ങനെ പരമാനന്ദമായിരുന്നു. ഞാനിങ്ങനെ തുള്ളിച്ചാടി തുള്ളിച്ചാടി നടക്കായിരുന്നു അവിടെ. എൻ്റെ കുറേ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു ഈ കുതിരപ്പുറത്ത് ഇങ്ങനെ കിടുക്കിടുക്കിട് പറഞ്ഞ് നല്ല സ്പീഡിൽ ഇങ്ങനെ ഒരു കുതിര സവാരി ചെയ്യാൻ വേണ്ടി. അപ്പോൾ കുതിരേനെ കണ്ടപ്പോൾ ഞാൻ ഒന്നും ആലോചിച്ചില്ല, വേഗം അതിൻ്റെ പുറത്ത് കയറിയപ്പോഴല്ലേ നല്ല ഹൈറ്റ് ഉണ്ട് അതിന്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു, എങ്ങാനും വീണ് കഴിഞ്ഞാൽ മൂക്കും മോന്തയൊക്കെ ഒന്നാവില്ലേ. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവിടെ ഇങ്ങനെ നല്ല ഗ്രീനറി ആയിരുന്നു. അപ്പോൾ നമ്മളെ മനസ്സിനൊക്കെ നല്ലൊരു സന്തോഷമല്ലേ. ഡ്രീം ക്യാച്ചർ പ്ലാന്റേഷൻ്റെ ഫുഡിനെ പറ്റി പറയാൻ ഒന്നുമില്ല. എന്താ വെച്ചാൽ അത്രയും നല്ല ഫുഡായിരുന്നു. നമ്മൾ ഇടയ്ക്കൊക്കെ ഉണ്ടല്ലോ ഇതേപോലെ നമ്മളെ പ്രിയപ്പെട്ടവരോട് കൂടെ ഈ തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് നിൽക്കണം. എന്നിട്ടിരുന്ന് ഇങ്ങനെ വർത്താനം പറയണം. നല്ല തണുത്ത കാറ്റായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അടുത്ത ദിവസം രാവിലെ നമ്മളിങ്ങനെ നടക്കാറിങ്ങി. അപ്പോഴാണ് ഒരു ലേഡി ബേർഡ് സൈക്കിൾ അവിടെ അങ്ങനെ ചാരി വെച്ചത് കണ്ട്. പിന്നെ ഞാൻ ഒന്നും ഓർത്തില്ല, എനിക്ക് സൈക്കിൾ ചവിട്ടാൻ നല്ല ഇഷ്ടം. പിന്നെ നമുക്കൊരു പൊളാരിസ് റൈഡ് ഉണ്ടായിരുന്നു. അതൊന്നുമില്ല, ഒരു ഓഫ് റോഡ് ഡ്രൈവിംഗ് ആയിരുന്നു. ഈ കുണ്ടും കുഴിയൊക്കെ ഉള്ള സ്ഥലത്തിലൂടെ അതൊരു ചെറിയൊരു വണ്ടിയിലൂടെ ഇങ്ങനെ പോവാം നല്ല സ്പീഡിൽ. എനിക്ക് പേടിയായി, എങ്ങാനും ഫോണെങ്ങാനും തെറിച്ചു പോയി വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല. പക്ഷേ മൂന്നാർ യാത്ര ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി.